മനഃശാസ്ത്രം വശമുണ്ടോ അതോ മുഖം നോക്കി പറയാൻ പറ്റുന്നുണ്ടോ? കയ്യിൽ തൊടുമ്പോൾ ആര്യൻ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്? ശരിക്കും പറഞ്ഞാൽ ആര്യൻ ഈ എന്തൊക്കെ പറഞ്ഞാലും ഇതിനെ ഒരു കള്ളക്കളിയാണോ എന്താണെങ്കിലും ശരി, ആര്യൻ ഞെട്ടിച്ചു, അടിപൊളിയായിരുന്നു. ഈ ഒരു ഗെയിമിൽ ഇത്രയും കൂൾ ആൻഡ് റിലാക്സ് ആയിട്ട് ഒരു ഫൺ ആയിട്ട് എടുത്ത് അടിപൊളിയാക്കിയത്, ഈ ഒരു ഗെയിമിനെ എന്റർടൈൻമെന്റ് ആയിട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയത് ആര്യൻ ഒരാളുണ്ടായതുകൊണ്ട് മാത്രമാണ്. എല്ലാവരും ടെൻഷൻ അടിച്ച് ആരായിരിക്കും എന്തായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം അവസാനം സെക്കൻഡ് ലാസ്റ്റ് വരെ ആര്യൻ പിടിച്ചു നിന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ശരിക്കും പറഞ്ഞാല് ബിഗ് ബോസ് വരെ ആര്യന്റെ ഈ ഒരു ആക്ടിനകത്ത് ഡൗട്ട്ഫുൾ ആയിരുന്നു. അതായത് ഇപ്പോൾ ആര്യൻ കാണുന്നുണ്ടോ, അതുകൊണ്ട് തന്നെ രണ്ടുപേരും നിർബന്ധമായിട്ടും വന്ന് ആര്യനെ കുറേ നേരം വന്ന് നിന്ന് ഇങ്ങനെ ഇതൊക്കെ ടൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആര്യൻ അത്രയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു ഗസ്സാണ്. ഒരു ഭയങ്കരമായിട്ടൊരു ലോങ് ആയിട്ട് ഇങ്ങനെ ഗസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നതായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആദ്യത്തെ നെവിന്റെ കാര്യത്തിൽ ഉറപ്പായിട്ടും ആര്യൻ കള്ളക്കളി കളിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെ അങ്ങോട്ടൊക്കെ ആര്യൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ റിലാക്സ് ആയി ഫ്രീ ആയിട്ടാണ് അത് കണ്ടുപിടിക്കുന്നത്. ഇതിനകത്ത് ഈ ജിസേലിന് ഒരു അവസരം വരുന്നുണ്ടായിരുന്നു. അപ്പൊ ജിസേല് ശരിക്കും പറഞ്ഞാൽ അത് വെച്ചത്, അതായത് ജിസേല് താഴെ കൂടെ ഇഴഞ്ഞ് ഉരുണ്ട് പോയിട്ടാണ് അത് വെക്കുന്നത്. അങ്ങനെ ജിസേല് വെച്ചത് നൂറയുടെ മുന്നിലായിരുന്നു. അപ്പൊ ഈ സമയത്ത് ആര്യൻ ഇത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തട്ടി ആ താളം പിടിച്ച് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ശ്രദ്ധിച്ചിട്ട് ജിസേല് കറക്റ്റ് അവിടെ നിന്ന് ഉരുണ്ടിറങ്ങുന്ന സമയത്ത് ആര്യൻ ആ കൈ വെച്ചിട്ട് ജിസേൽ അവിടുന്ന് ജിസേലാണ് എന്ന് ഗസ് ചെയ്യുന്നത് പോലെ ആര്യന്റെ എക്സ്പ്രഷൻസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് നൂറയ്ക്ക് കൊണ്ടുപോയി വെച്ചു. ദെൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ നൂറയുടെ മുന്നിലാണ് ഈ പറയുന്ന ബോട്ടിൽ ഇരിക്കുന്നത്. അപ്പൊ ജിസേലാണെങ്കിൽ ഒന്നും അറിയാത്ത കണക്ക് ക്യൂട്ട്നെസ് ഒക്കെ ഓവർലോഡൊക്കെ ഇട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ശരിക്കും അതേ സമയത്ത് ഈ ഒരു ഇത് നടക്കുന്ന സമയത്ത് അബി തൊട്ടടുത്ത്, ജിസേലിന്റെ തൊട്ടടുത്ത് അബി ഉണ്ടായിരുന്നു. അബി ആണെങ്കിലേ നൂറയെ ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നൂറയെ ഹെൽപ്പ് ചെയ്തതാണെന്ന് എനിക്ക് തോന്നി. കാരണം അബി ഇങ്ങനെ പറ എന്നുള്ള രീതിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടിട്ടാണോ എന്നറിയത്തില്ല, നൂറ ശരിക്കും പറഞ്ഞാൽ അബിയെ പറയാതെ ജിസേലിനെ പറഞ്ഞു. പക്ഷെ നൂറയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ജിസേലാണോ അല്ലയോ എന്നുള്ളത് ഒരു പിടിയില്ലായിരുന്നു. പക്ഷെ അതൊരു ഗസ്സായിരുന്നു, കംപ്ലീറ്റ്ലി ഗസ്സായിരുന്നു. ഒരു ഭാഗ്യത്തിന് അതൊരു ലക്കായിട്ട് തന്നെ ജിസേലായി. അങ്ങനെ ജിസേല് പുറത്താവുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ജിസേല് ഉരുണ്ട് മറിഞ്ഞൊക്കെ പോയി ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ പിടിച്ചിരുന്ന് നൂറ ജിസേലിനെ പറഞ്ഞപ്പോഴത്തേക്കും പൊളിഞ്ഞു. അത് ആര്യൻ ശരിക്കും പറഞ്ഞാൽ അത് ജിസേലാണ് കൊണ്ടുവച്ചത് എന്ന് ഗസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ ആ ഒരു ശബ്ദമൊക്കെ ജിസേലാണ് എന്ന് ആര്യൻ ഗസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ആര്യനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ആര്യൻ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ആ ബ്ലൈൻഡിന്റെ ആ ഒരു ഇത് സംഭവം ഉണ്ടല്ലോ, ഇളക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും. ആ സൗണ്ട് എവിടെ കേൾക്കുന്നു എന്നുള്ളത് നന്നായിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ നൂറേടത് ടൈറ്റ് ആയിട്ട് കെട്ടിയത് കൊണ്ട് തന്നെ അവർക്കത് ഇളക്കുമ്പോൾ നല്ല സൗണ്ട് കേട്ട് അതൊക്കെ ആര്യൻ കറക്റ്റ് ആയിട്ട് പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പം ആര്യന് ഇവരെയൊക്കെ ഗസ് ചെയ്യുന്നതിനകത്ത് ഒരുപാട് മാനദണ്ഡമുണ്ട്. അല്ലാതെ മണം പിടിച്ച് എന്നിട്ട് വെറുതെ കളിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മണം പിടിച്ച് പട്ടിയാണ്, ഞാൻ പട്ടിയെ പോലെയാണെന്നൊക്കെ പറഞ്ഞ് ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ നമുക്കത് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഏതായാലും ശരി, ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ പറഞ്ഞ് ഗസ് ചെയ്ത് ആര്യൻ കളിച്ചത് കള്ളക്കളിയാണോ, ആര്യൻ എങ്ങനെയാണ് ഇത്രയും കണ്ടുപിടിക്കാൻ പറ്റിയതെന്ന് നമ്മൾ ഈ പറയുന്നത് തന്നെയായിരുന്നു ഈ ഒരു ഗെയിമിന്റെ സക്സസ് എന്ന് പറയുന്നത്. സോ ആര്യൻ ഈ ഗെയിമിൽ സക്സസ് ആണ്. അപ്പൊ ഈ ഒരു ആര്യൻ ഇങ്ങനെ ഗസ് ചെയ്ത് കണ്ടുപിടിച്ച് പോയപ്പോ നിങ്ങൾ ശരിക്കും ആഗ്രഹിച്ചോ ആര്യൻ തന്നെയായിരിക്കും ഈ ഒരു ഇമ്മ്യൂണിറ്റി നേടുന്ന ആ ഒരു വ്യക്തി, അല്ലെങ്കിൽ ആ ഒരു ലാസ്റ്റ് സ്റ്റേജ് വരെ പോകുന്ന വ്യക്തി ആര്യനാണെന്ന് നിങ്ങൾ ഗസ് ചെയ്തിരുന്നോ? നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത വിശേഷവുമായിട്ട് ആരാണ് ജയിച്ചതെന്നൊക്കെയുള്ളത് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.